ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ഇന്ന് ജാമ്യാപേക്ഷ നൽകില്ല. കേസിന്റെ വിശദാംശങ്ങൾ ലഭിച്ചതിന് ശേഷമാകും അപേക്ഷ നൽകുക. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന്. അജീഷ്, വലിയ പ്രതിഷേധം എല്ലായിടത്തും തന്നെയുണ്ട്. അതിപ്പോൾ പാർലമെന്റിലും നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ഈ ജാമ്യാപേക്ഷ നൽകില്ല എന്നുള്ളതിന്റെ കാരണം എന്താണ്? എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞിരുന്നത് ഇന്ന് ദുർഗ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമെന്നായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഈ സഭാ പ്രതിനിധി അടക്കം അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ ഇന്ന് കോടതിയിൽ എത്തിയിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ മാറ്റം വന്നത്. അതിൽ പറയുന്നത് ഈ കുട്ടികളുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ മൊഴി വിവരം അത് പരിശോധിച്ച ശേഷം ജാമ്യാപേക്ഷ നൽകിയാൽ മതി എന്നാണ് ഇവർ നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. അതിനുശേഷം ഈ പ്രൊവിൻഷ്യൽ അടക്കം, ഞാനിപ്പോൾ നിൽക്കുന്ന ദുർഗ് സെൻട്രൽ ജയിലിൽ, ഇവിടെയാണ് ഈ 3 പേരെയും, ഇത് 2 കന്യാസ്ത്രീകളെയും ഈ പെൺകുട്ടികളുടെ സഹോദരനെയും പാർപ്പിച്ചിരിക്കുന്നത് ഈ സെൻട്രൽ ജയിലിലാണ്. ഇവിടെ എത്തി അവരെ കണ്ടിരുന്നു, ഈ അവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് നമ്മൾ അവരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് ഇന്ന് ജാമ്യാപേക്ഷ നൽകേണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ മൊഴി വിവരങ്ങൾ, അതായത് കഴിഞ്ഞ ദിവസം ഈ 3 പെൺകുട്ടികളിൽ ഒരാൾ ഇത് മൊഴി മാറ്റിയിരുന്നു. കാരണം ഈ പ്രലോഭിച്ച് ജോലിക്കായി അല്ലെങ്കിൽ മതപരിവർത്തനത്തിനായി കൊണ്ടുപോയി എന്ന തരത്തിലുള്ള ഒരു മൊഴിയാണ് കൊടുത്തിരുന്നത്. അത് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീഷണിയെ തുടർന്നാണ് ഇങ്ങനെ ഒരു മൊഴി മാറ്റിയതെന്നാണ് ഈ സഭ ആരോപിച്ചിരുന്നത്. CBSE അടക്കം പറഞ്ഞിരുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഈ കേസിൽ തിരിച്ചടി ഉണ്ടാകാതിരിക്കാൻ കുറച്ചും കൂടെ സൂക്ഷ്മതയോടെ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസം കൂടി കഴിഞ്ഞ് ഈ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം ജാമ്യാപേക്ഷ നൽകാൽ മതിയെന്ന് സഭ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ എന്തായാലും അവരുടെ പ്രതിനിധികൾ അടക്കമുള്ളവർ ദുർഗിൽ തുടരുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ സെൻട്രൽ ജയിലിലാണ് 2 കന്യാസ്ത്രീമാർ, പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ്, 2 പേരെയും പാർപ്പിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ചയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. നാരായൺപൂരിൽ നിന്ന്, ഒരു ഗ്രാമത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് ആഗ്രയിലേക്ക് ജോലിക്കായി 3 പെൺകുട്ടികളെ കൊണ്ടുപോകുന്നതിനിടയിലാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് TT ഇവരെ തടയുന്നു. ടിക്കറ്റ് ചോദിച്ചപ്പോഴാണ് ഇവരെ തടഞ്ഞത്. അതിനുശേഷം RPFന്റെ പരാതിയിൽ ഛത്തീസ്ഗഡ് ദുർഗ് പോലീസ് ഇവർക്കെതിരെ കേസെടുക്കുന്നു. ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. മതപരിവർത്തനം, ഒപ്പം തന്നെ മനുഷ്യക്കടത്ത്, തട്ടിക്കൊണ്ടുപോകൽ, അങ്ങനെ വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ഇരുവർക്കുമെതിരെയും കേസെടുത്തിട്ടുള്ളത്. പെൺകുട്ടികളുടെ സഹോദരനും പ്രതിയാണ്. 1-ാം പ്രതി പ്രീതി മേരിയും 2-ം പ്രതി വന്ദന ഫ്രാൻസിസുമാണ്. എന്തായാലും ഈ സഭാ പ്രതിനിധികൾ ഇവിടെ തുടർന്ന് ഇവരെ ജാമ്യത്തിൽ പുറത്തിറക്കാനുള്ള എല്ലാ ഇടപെടുകയാണ്. ഒരു ചോദ്യം കൂടി, CBCI അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. ഈ ഗുരുതരമായ കുറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അതിലിപ്പോൾ മനുഷ്യക്കടത്ത് മാത്രമാണെങ്കിൽ അത് ആ വഴിക്ക് പൊക്കോളും. മറ്റൊന്ന് ഈ നിർബന്ധിത മതപരിവർത്തനം എന്നുള്ളത്, അത് പുതിയ ബില്ല് വന്നതും അതിനെതിരെ ഉണ്ടായ വിമർശനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അത് ചുമത്തുന്നതിന്റെ കാരണം എന്താണ്? കാരണം ഈ പെൺകുട്ടികൾ അവർ ക്രൈസ്തവരാണ്, സഭകൾ വ്യത്യസ്തമാണെങ്കിലും ക്രൈസ്തവരാണ്. പിന്നെ അതെങ്ങനെ ചുമത്താൻ കഴിയും എന്നുള്ളൊരു ചോദ്യവും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ലേ? അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് നമുക്ക് നേരിട്ട് അവിടെ നിന്ന്, ജയിലിന് മുന്നിൽ നിന്നാണ് ഈ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത് ആ സെൻട്രൽ ജയിലിലാണ് പാർപ്പിച്ചിട്ടുള്ളത്. അവിടെ നിന്നാണ്, ദുർഗിലെ സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്നാണ് അജീഷ് കുമാർ നമുക്കൊപ്പം ചേർന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ തന്നെ ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിലുണ്ട്. ഇപ്പോൾ സഭാധ്യക്ഷന്മാർ തന്നെ അക്കാര്യത്തിൽ തുറന്ന്, ഇന്ന് മുഖപ്രസംഗമുണ്ടായിരുന്നു സഭയുടെ പത്രത്തിൽ. അതിൽ തന്നെ പറയുന്നുണ്ട്, ഭരണഘടനയിൽ പറയുന്ന മതനിരപേക്ഷത, അതിൻ്റെ ലംഘനമാണ് ഇപ്പോൾ നടക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഇതുപോലെയുള്ള ധ്വംസനങ്ങൾ, അതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് CBCI അധ്യക്ഷൻ പറഞ്ഞത്. അജീഷ്, ഞാൻ പറഞ്ഞു വന്നത്, ക്രൈസ്തവരാണ് ഈ കുട്ടികൾ എന്നുള്ളൊരു കാര്യം CBCI അധ്യക്ഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായി. സഭകൾ വ്യത്യസ്തമാണെങ്കിലും ക്രൈസ്തവ വിശ്വാസികളാണ്. അപ്പോൾ നിർബന്ധിത മതപരിവർത്തനം അതെങ്ങനെ ചുമത്താനാകും? നിലവിൽ അത് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്. കാരണം ഈ ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടികൾ പറഞ്ഞത് അത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാതാപിതാക്കളുടെ അനുമതിയോടുകൂടിയാണ് ഇങ്ങനെ പുറപ്പെട്ടത്, അല്ലെങ്കിൽ കന്യാസ്ത്രീകൾക്കൊപ്പം വന്നത് എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് അതിനുശേഷം നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിൽ നടന്നത് എന്താണെന്ന് കണ്ടതാണ്. ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ, അതിൽ ഈ ജ്യോതി ശർമ്മ എന്ന് പറയുന്നവരുടെ നേതാവ്, അവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഭീഷണിപ്പെടുത്തലടക്കമുള്ള വലിയ രീതിയിലുള്ള ആക്രോശം നമ്മൾ ആ സ്റ്റേഷനിൽ കണ്ടത്. അതിനുശേഷമാണ് ഇതിൽ പെൺകുട്ടികളിൽ ഒരാൾ മൊഴി മാറ്റുന്നത്. അത് മൊഴി
മൊഴിയിൽ പറയുന്നത് തനിക്ക് 10,000 രൂപ വാഗ്ദാനം ചെയ്തു, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കന്യാസ്ത്രീകൾക്കൊപ്പം വന്നത് എന്നാണ്. അതുകൊണ്ടാണ് ഈ മതപരിവർത്തനം നടത്താൻ, അല്ലെങ്കിൽ മതപരിവർത്തന നിരോധന നിയമപ്രകാരം അവർക്കെതിരെ കേസെടുത്തത്. നമുക്കറിയാം ഛത്തീസ്ഗഡിൽ ഈ സർക്കാർ തന്നെ അത്തരത്തിലൊരു നിയമം കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട്. ഛത്തീസ്ഗഡ് സർക്കാർ തന്നെ ഈ മതപരിവർത്തന നിയമം സഭയിൽ ഉടനടി അത് അങ്ങനെ ഒരു നിയമം, അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ ബജ്രംഗദൾ പ്രവർത്തകർ ഇത്തരത്തിൽ ഈ സഭാ വിശ്വാസികൾക്കെതിരെ ആദ്യമായിട്ടല്ല, അല്ലെങ്കിൽ സഭാ പ്രവർത്തകർക്കെതിരെ ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത്. മുമ്പ് പലതവണ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും തട്ടത്തിൽ ഈ പ്രീതി മേരി, ഒപ്പം തന്നെ നമ്മുടെ വന്ദന ഫ്രാൻസിസ്, ഇവർ ഈ വർഷങ്ങളായി തന്നെ ഛത്തീസ്ഗഡ് മേഖലയിൽ അവർ പ്രവർത്തനം നടത്തുന്നവരാണ്. ഈ ഗ്രാമങ്ങളിലൊക്കെ ഈ സാധാരണ ആളുകളെയൊക്കെ അവരെ സഹായിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ ഏതെങ്കിലും തരത്തിൽ സാധാരണ കുട്ടികളെ അവർ ജോലിക്കായും വിദ്യാഭ്യാസത്തിനോ ഒക്കെ അവർ ഈ മഠങ്ങളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അത് ഈ ബജ്രംഗദൾ പ്രവർത്തകർ ജയിലിന് മുന്നിൽ നിന്നാണ് അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.